സാർ, ഈ നീറ്റ് പരീക്ഷ സംബന്ധിച്ച് കുറേ വിവാദങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ പരീക്ഷ ഇനി റദ്ദാക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അടുത്ത വർഷം ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പുതിയ നിർദ്ദേശങ്ങളൊക്കെ നടപ്പാക്കുകയാണെങ്കിൽ ഈ നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത തിരിച്ചെടുക്കാൻ കഴിയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തെ നീറ്റ് പരീക്ഷയ്ക്ക് എന്തൊക്കെ മുൻകരുതലായിരിക്കും ഈ സർക്കാർ കൈക്കൊള്ളുക? ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കൊല്ലത്തെ നീറ്റിന്റെ കൗൺസിലിംഗ് എന്തായാലും ഇനി മാറ്റം വരാൻ പോകുന്നില്ല. അത് 2-3 ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഒന്ന്, ഈ കോപ്പി അടിച്ച പാർട്ടികൾ ആരാണോ അവരെ പിടിക്കാൻ പോകുന്നുണ്ട്. അവരുടെ CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസ് നടക്കുന്നു ഇനിയും. അപ്പൊ അവരെ ആരൊക്കെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഈ കേസിൽ പെടാൻ പോകുന്ന ആൾക്കാർ, അവരൊക്കെ ഈ എക്സാമിൽ പുറത്താക്കും. അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു സുപ്രീം കോടതി. അപ്പൊ അതിനൊരു 10, 15, 20 ദിവസം കൗൺസിലിംഗ് കഴിഞ്ഞാലും നടക്കുന്നതാണ് സുപ്രീം കോടതി പറയുന്നത്. കൗൺസിലിംഗ് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഈ പേപ്പർ കിട്ടിയ ആൾക്കാർ ഇതിലുണ്ടായിരുന്നു വെച്ചാൽ അവരുടെ പേരെങ്ങാൻ കൗൺസിലിംഗ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവരെ പുറത്തേക്കാക്കും, അവരെ റസ്റ്റിക്കേറ്റ് ചെയ്യും. അടുത്തൊരു 5 കൊല്ലം വരെ അവർക്ക് എഴുതാൻ തന്നെ പറ്റില്ല പരീക്ഷ. അതല്ലാണ്ട് നെക്സ്റ്റ് പരിപാടി എന്നാണ് അവർ വേറൊന്നൊരു ചെറിയ മാറ്റം വന്നിരിക്കുന്നത്. ഈ കൊല്ലത്തെ നീറ്റിൽ ഒരു സ്പെസിഫിക് ഒരു ക്വസ്റ്റ്യന് 2 ആൻസർ ഉണ്ടായിരുന്നു. അത് വലിയൊരു വിവാദമായിരുന്നു. അത് രണ്ടു പേർക്ക് മാർക്ക് കൊടുത്തു. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ എ, ഓപ്ഷൻ എ ആയാലും ഓപ്ഷൻ സി ആയാലും ഏതായാലും 2 ഓപ്ഷൻ കിട്ടിയാലും അതിൽ 2 ഓപ്ഷൻ രണ്ടും അവർ കൊടുത്തിരുന്നു. അപ്പൊ എനിക്ക് എക്സാക്ട്ലി ഏത് ഓപ്ഷനാണെന്ന് ഓർമ്മയില്ല. പക്ഷെ 2 ആൻസർ ഉണ്ടായിരുന്നു ഒരു പ്രശ്നത്തിന്. അത് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അത് IIT ഡൽഹിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരൊരു സിംഗിൾ ആൻസർ ആണ് പറഞ്ഞത്. അപ്പൊ അതിൽ ചില കുട്ടികളുടെ മാർക്ക് 5 മാർക്ക് കുറയും, ചിലർക്ക് 5 മാർക്ക് കൂടും, ചിലർക്ക് 1 മാർക്ക് നെഗറ്റീവ് കിട്ടും. ഇത് 3 ഓപ്ഷൻ ഉണ്ടാവും. മൂന്നാമത് നടക്കാൻ പോകുന്നത് അവിടെ മെയിൻ ആയിട്ടുള്ളത് ഈ കൊല്ലം നടന്ന പരീക്ഷയിൽ ഈ പറഞ്ഞ മാതിരി കൗൺസിലിങ്ങിന് ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് സുപ്രീം കോടതി. അത് ഓബ്വിയസ്ലി ഈ പറഞ്ഞ ഒരു ഫ്രോഡ് ആയാലും ബാക്കി എന്തായാലും ഇംപേഴ്സണേഷൻ, അങ്ങനെ ഒരാൾക്ക് വേണ്ടി പരീക്ഷ എഴുതി അതും ഉണ്ടായിട്ടുണ്ട്. അത് ഈവൻ IIT-യിൽ നടക്കും, IIT JEE-യിൽ നടക്കാറുണ്ട് ഈ പരിപാടി. ഒരാൾക്ക് വേണ്ടി ഒരാൾ വന്ന് പരീക്ഷ എഴുതും. അതും ഈ കൊല്ലത്തെ പരീക്ഷ. പക്ഷെ അടുത്ത കൊല്ലത്തെ നീറ്റിലാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു ടോപ്പ് 10 50 സെന്റേഴ്സിൽ 50 ടോപ്പ് സെന്റേഴ്സിൽ കോട്ടയം ഒരു സെന്ററാണ്. ഇപ്പോൾ കോട്ടയം ഇന്ത്യയുടെ ഒരു കോച്ചിങ് മെക്ക എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നു തുടങ്ങി. കോട്ട രാജസ്ഥാൻ മാതിരി, സിക്കർ രാജസ്ഥാൻ മാതിരി, ആന്ധ്രയിലെ ചില സെന്റേഴ്സ്, ഹൈദരാബാദ്, ഇങ്ങനത്തെ കോച്ചിങ്ങിന്റെ കേന്ദ്രങ്ങളുണ്ട് ഈ IIT-ക്കും JEE നീറ്റിന് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അതിനുള്ള അടുത്ത കൊല്ലത്തെ പ്രിപ്പറേഷന് ഈ കൊല്ലത്തെ കുട്ടികൾ ചില കാര്യങ്ങൾ ഓർമ്മ വയ്ക്കേണ്ടി വരും. അത് ഡെഫിനറ്റ് ആയിട്ട് അടുത്ത കൊല്ലത്തെ നീറ്റിനെ ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്കല്ല മെയിൻ ആയിട്ട് നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടി. അപ്പൊ ഇത് ഒരു ചേഞ്ച്, എന്തൊക്കെ ചേഞ്ച് ചെയ്യേണ്ട NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ പരീക്ഷയൊക്കെ നടത്തുന്നത്. അതിനകത്തൊരു സംശയം എന്ന് ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിലിപ്പോൾ കൂണ് പോലെയാണ് ഇത്തരത്തിലുള്ള എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ അവർ കുട്ടികളെ ഓരോ വർഷവും കൂടുതലായി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ വിജയ ശതമാനം, അതായത് റിസൾട്ട് എപ്പോഴും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഇപ്പം പത്രത്തിലൊക്കെ നമുക്കറിയാം ഫുൾ പേജ് പരസ്യമൊക്കെ കൊടുക്കുന്നത്. അത് കണ്ടിട്ട് ആകർഷകരായിട്ട് അവിടേക്ക് ചെല്ലുന്നു. അപ്പോൾ ഓരോ വർഷവും ഈ വിജയ ശതമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഇവർ ഇത്തരത്തിലുള്ള നീറ്റിൽ ക്രമക്കേടുകൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അല്ലെ അതിന് വേണ്ടിയിട്ട് പണം മുടക്കാനും തയ്യാറായ കുറേ ആൾക്കാരുണ്ടാവില്ലേ? അത് നമ്മൾ ഇത്തവണത്തെ അന്വേഷണത്തിലും കണ്ടെത്തിയതല്ലേ? ആണ്. പക്ഷെ ഈ തവണത്തെ അന്വേഷണത്തിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കോച്ചിങ് സെന്ററുകളുടെ സ്ഥലത്തല്ല പേപ്പർ ലീക്കായത്. ഇത് ലീക്കായത് ഹസാരിബാഗ് എന്ന് ബീഹാറിന്റെ ഒരു സ്ഥലത്ത് വെച്ചാൽ ലീക്കായത്, ഐസൊലേറ്റഡ് ലീക്കായിരുന്നു. അത് ആ പേപ്പർ കിട്ടിയത് 10-15 കുട്ടികൾക്കാണ്. അവർക്ക് ഈ പേപ്പർ കിട്ടിയിട്ടും അവർക്ക് 500 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയാണ് ഇതിന്റെ ഈ പറഞ്ഞ മാതിരി കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ പേപ്പർ ലീക്ക് ചെയ്യാനോ ഈ കോച്ചിങ് സെന്റേഴ്സിന് ഒരു സെൽഫിഷ് മോട്ടീവ് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ശരിയാണത്. ബിക്കോസ് അവരവരുടെ വിജയ ശതമാനം കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ട്രിക്ക് അവർ ചെയ്യണം എന്താണെന്ന്, അവർ ഈ ഇല്ലാത്ത കുട്ടികളും അവർ ലിസ്റ്റ് ചേർക്കും ഈ ഫുൾ പേജ് പരസ്യത്തിൽ. അതിന് ഒരു കുട്ടി എന്ത് ചെയ്യുന്ന, അവൻ ബ്രില്യൻറ്റിൽ പോയാലും, അവൻ നാരായണ ചൈതന്യയിൽ പോയാലും, കോട്ടയിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും, സിക്കറിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും, ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും, അവരെന്ത് ചെയ്യുന്നത് 3-4 സ്ഥലത്ത് കോച്ചിങ് എടുക്കും. അപ്പൊ ഈ ഫസ്റ്റ് റാങ്ക് വരുമ്പോൾ ഇവർ എല്ലാ സെന്റേഴ്സിലും എല്ലാ ഈ പരസ്യങ്ങളും ഈ 5-6 കുട്ടികളെ കാണും. ഒരേ വിദ്യാർത്ഥി 5-6 കോച്ചിങ്. അത് ഇവൻ IAS-ലുണ്ട്. IAS-ൽ അവർ എന്ത് ചെയ്യുന്നത്, ചില സ്ഥലത്ത് പോയിട്ട് ഈ ഡമ്മി ഇന്റർവ്യൂസ് എടുക്കും. അതിന്റെ അവസാനം IAS-ന്റെ ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ ഞങ്ങളുടെ കുട്ടിയുടെ ഈ പ്രാവശ്യം IAS-ൽ ടോപ്പ് 50 ടോപ്പ് 100-ലുള്ളത്. പക്ഷെ അതല്ല ശരിക്കുള്ള ഇത്. പക്ഷെ ഈ കൊല്ലത്തെ നീറ്റിന് രാധാകൃഷ്ണൻ സാറിന്റെ കമ്മീഷൻ, ഫോമർ ഇസ്രോ ചെയർമാൻ്റെ ഒരു കമ്മീഷൻ IIT കാൺപൂരിന്റെ ഡയറക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഈ കൊല്ലത്തെ ഒരു നീറ്റിൽ വരാൻ പോണ എന്താ മാറ്റങ്ങൾ എന്ന് എനിക്ക് അടുത്തൊരു 4 മാസത്തോളം ഈ റിപ്പോർട്ട് വരും. അപ്പൊ അടുത്ത കൊല്ലത്തെ നീറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അഫ്കോഴ്സ് കുട്ടികൾക്ക് അധികം മാറ്റങ്ങളുണ്ട്. പക്ഷേ സെന്റേഴ്സ്, ഞാനൊരു എക്സാമ്പിൾ തരാം. ഈ ഹസാരിബാഗിലും നടന്നത് ലീക്ക് എന്താ നടന്നത്, അത് ഒരു പേപ്പർ
പ്രിന്റിംഗ് പ്രസ് അത് വരുന്നത് ഒരു ബാങ്കിലേക്കാണ്. ഈ പ്രാവശ്യം നീറ്റിൽ 2 സെറ്റ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഒരു സെറ്റിന്റെ പേപ്പർ ആയിരുന്നു കനറ ബാങ്ക് സെറ്റ്, പിന്നെ ഒരു സെറ്റിന്റെ പേപ്പർ ആയിരുന്നു SBI സെറ്റ്. എന്നാൽ ഇവരെന്ത് ചെയ്തു എന്ന് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇത് പേപ്പർ ആൻഡ് പെൻ എക്സാം ആണല്ലോ, IIT JEE മാതിരി കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം അല്ല. ഇവർ ഈ 2 സെറ്റ് പേപ്പർ ആ സെന്ററിലേക്ക്, അതായത് ഓരോ സിറ്റിയിലാണ് ആയിരക്കണക്കിന് സെന്ററുകളിൽ ഓർമ്മിക്കുന്നത്, ഈവൻ ഗൾഫിലുണ്ട്, പുറത്തുണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല. ഓരോ സെന്ററിലേക്ക് ഇവർ അയക്കുമ്പോൾ അതാത് ബാങ്കിന്റെ മെയിൻ ഓഫീസിൽ മെയിൻ ബ്രാഞ്ചിലേക്ക് അവർ അയച്ചു. കനറ ബാങ്കിലേക്കുള്ള ഒരു സെറ്റ് പേപ്പർ പോകും, അത് അവർ ലോക്കറിൽ വെച്ച് സീൽ ചെയ്യും. പുറത്ത് സ്റ്റേറ്റ് ബാങ്കിന് പോകും. കാലത്ത് 5 മണിക്ക് NTA ആ സിറ്റി ഇൻചാർജ് എന്ന് പറയും, സിറ്റി ഇൻചാർജ്, സപ്പോസ് നമുക്ക് കോട്ടയം എടുക്കാം, കോട്ടയം ഇൻചാർജിന് ഒരു മെസ്സേജ് വരും 5 മണിക്ക് NTAയുടെ അടുത്ത്, നിങ്ങൾ SBI പേപ്പർ പിക്കപ്പ് ചെയ്യും. ഈ പ്രാവശ്യം SBI പേപ്പർ ആയിരുന്നു. പക്ഷെ ചില സെന്ററിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ചില കേന്ദ്രങ്ങളിൽ ഇത് തെറ്റുപറ്റിയത്, ഇവര് കനറ ബാങ്കിന്റെ പേപ്പറും സ്റ്റേറ്റ് ബാങ്കിന്റെ പേപ്പറും രണ്ടും ഈ സിറ്റി ഇൻചാർജ് പറഞ്ഞിട്ടും ഈ സെന്റർ ഇൻചാർജ് പോയി പിക്കപ്പ് ചെയ്തു. അത് 2 സെറ്റും ഇവര് എക്സാം സെന്ററിലേക്ക് കൊണ്ടുവന്ന് ഇവര് കനറ ബാങ്കിന്റെ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പക്ഷെ ശരിക്കും ആൻസർ ചെയ്യേണ്ടത് SBIയുടെ ബ്രാഞ്ചിലുണ്ടായിരുന്ന പേപ്പറിലാണ് ഇവർ ആൻസർ ചെയ്യേണ്ടത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് തെറ്റ് മനസ്സിലായത്. അയ്യോ, അത് പേപ്പർ തെറ്റിപ്പോയി. ചില സെന്ററുകൾ എന്ത് ചെയ്തു, കുഴപ്പമില്ല നിങ്ങൾ എഴുതിക്കോളാം ഉള്ള പേപ്പർ. ചില സെന്റർ ഇത് പിൻവലിച്ചിട്ട് പുതിയ പേപ്പർ കൊടുത്തു. അപ്പൊ 20 മിനിറ്റ് പോയി കുട്ടികളുടെ. അപ്പൊ പണ്ടൊരു സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു, അവരൊരു ഫ്ലാറ്റ് എക്സാമിന്റെ ഒരു ജഡ്ജ്മെന്റ് എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഒരു 5 മാർക്ക് ഗ്രേസ് കൊടുക്കണം. അത് സുപ്രീം കോടതിയിൽ വേറൊരു സെപ്പറേറ്റ് ജഡ്ജ്മെന്റ്, അത് നീറ്റായിട്ട് ഒരു കണക്ഷനും ഇല്ല അതിന്. പക്ഷെ NTA ചെയ്തൊരു തെറ്റ് എന്താന്ന് പറഞ്ഞാൽ, പക്ഷെ അവര് ഇങ്ങനത്തെ ലേറ്റ് ആയിട്ട് ആൻസർ ചെയ്ത കുട്ടികൾക്ക് പേപ്പർ ലേറ്റ് ആയി കൊടുത്ത കാരണം 5 മാർക്ക് എക്സ്ട്രാ കൊടുത്തു. അതാണ് ഒരു 1500 കുട്ടികളെ നമ്മൾ കണ്ടത്. അവർക്ക് പിന്നെ ഒരു എക്സാം എക്സ്ട്രാ ഗ്രേസ് മാർക്ക് കൊടുത്ത കുട്ടികൾക്ക് പിന്നെ ഒരു എക്സാം നടത്തേണ്ട വന്നു. അതിന് 700 കുട്ടികളെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ആ 700 പേരിൽ ആകെ 7 പേരുടെ മാർക്ക് മാത്രം 700 മോഡിൽ പോയിട്ടു. അപ്പോൾ കുഴപ്പമില്ല. അപ്പൊ അത് മനസ്സിലായി. ബാക്കിയുള്ളവർ എഴുതാത്തവരുടെ മാർക്ക് പഴയ മാർക്ക് തന്നെയായിരിക്കും, വിതൗട്ട് ഗ്രേസ് മാർക്ക്. അപ്പൊ അതാണ് ഒരു നെക്സ്റ്റ് എക്സാമിൽ വരാൻ പോണത്. ഈ പരിപാടി നിർത്തും, ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരേണ്ടി വരും. ഈ സ്റ്റേറ്റ് ബാങ്കും കനറ ബാങ്കിലും വെക്കുന്ന പേപ്പറിന് പകരം ഏതെങ്കിലും നമ്പർ വൈസ് നിങ്ങൾ എല്ലാ എക്സാമിലും ഉണ്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഹൈദരാബാദിൽ നടത്തുന്ന എൻട്രൻസ് എക്സാമിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഈവൻ കോളേജ് എക്സാമിന് അവിടെ നമ്മുടെ 12ാം ക്ലാസ്സിലായാലും ഡിഗ്രിക്കായാലും നമ്മുടെ പേപ്പർ ജമ്പിളപ്പ് ചെയ്യും. അതിൻ്റെ അർത്ഥം നമ്മുടെ അടുത്തിരിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന പേപ്പർ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്, വേറെ പേപ്പർ ആയിരിക്കും. ബിക്കോസ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ കോപ്പി അടിക്കാൻ നല്ലൊരു ചാൻസ് ഉള്ള കാരണം പേപ്പർ ജമ്പിളപ്പ് ചെയ്യും. ഒരേ ക്ലാസ് റൂമിൽ 3 സെറ്റ് പേപ്പർ ഉണ്ടാവും. എല്ലായിടത്തും സെയിം ഡിഗ്രി ഓഫ് ഡിഫിക്കൽട്ടിയാണ്. പേപ്പറിന്റെ സ്റ്റാൻഡേർഡ് ഒന്ന് തന്നെയായിരിക്കും, പക്ഷെ പ്രശ്നങ്ങൾ വേറെ ആയിരിക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ ഒരു മാറ്റം മെയിൻ വരാൻ പോണത് അടുത്ത തൊട്ട് ഈ ഗ്രേസ് മാർക്ക് എന്ന പരിപാടി ഉണ്ടാകും. രണ്ടാമത്തത് ഈ പേപ്പർ, ഞാൻ പറഞ്ഞ ഒരു പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഒരു റെസ്ട്രിക്ഷൻ വരാൻ പോകും. മൂന്നാമത്തെ ഏറ്റവും ക്രൂഷ്യലായിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ പ്രാവശ്യം വന്നൊരു ആർഗ്യുമെന്റ് അതായിരുന്നു, ഈ പേപ്പർ പരീക്ഷ കഴിഞ്ഞ് സപ്പോസ് പരീക്ഷ 5 മണിക്ക് കഴിയും വൈകുന്നേരം, 5:30 6 മണിയായിട്ടും ചില സെന്റേഴ്സിൽ പേപ്പർ സീൽ ചെയ്തില്ല. ദാറ്റ് ഈസ് ഒരു എൻവലപ്പിലിട്ടിട്ട് സീൽ ചെയ്യണം. അത് ചെയ്തില്ല. അതിൻ്റെ അർത്ഥം 1 മണിക്കൂർ ഈ പേപ്പർ എല്ലാം അവിടുത്തെ സെന്റർ ഇൻചാർജിന്റെ കയ്യിലുണ്ടായിരുന്നു. അതൊരു വലിയ അഴിമതിക്ക് അല്ലേ ഇടവരുത്താം. കാരണം ഈ പേപ്പർ അത്രയും നേരം പുറത്തിരിക്കുന്ന ഒരാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ, എഴുതി ചേർക്കാനോ വെട്ടിക്കുറയ്ക്കാനോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യത അവിടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് OMR ഷീറ്റ് ആണല്ലോ. അപ്പൊ വെറുതെ ഒരു എറേസർ എടുത്ത് റബ്ബ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പെൻസിലോണ്ട് വേറൊരു മാർക്ക് ഇട്ടാൽ മതി, വേറൊരു റൗണ്ടിന് ഇപ്പോൾ ഫില്ലപ്പ് ചെയ്താൽ മതി. 2 മിനിറ്റ് ഒരു 10 സെക്കൻഡ് എടുക്കുള്ളൂ ഓരോ ആൻസർ മാറ്റാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ ചെയ്യാം. ഈ പറഞ്ഞ മാതിരി ചില കോച്ചിങ് സെന്റേഴ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഈ അടുത്ത കൊല്ലം വരാൻ പോണ നീറ്റിൽ ഇത് ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് സീലിംഗ് ഇമ്മീഡിയറ്റ് ആയിരിക്കണം. അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ, ഈ ജഡ്ജ്മെന്റ് സുപ്രീം കോടതിയിൽ വന്നത് വെറും ഓർഡറാണ്, റിട്ടേൺ ഓർഡർ, കോർട്ടിൽ ഡിക്റ്റേറ്റ് ചെയ്ത ഓർഡറാണ്. നമ്മൾ കണ്ടു, ലൈവായിട്ട് കണ്ടു എല്ലാവരും. അത് കഴിഞ്ഞ് അടുത്ത് വരാൻ പോണ ജഡ്ജ്മെന്റിലായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ പറ്റിയുള്ള ഇൻസ്ട്രക്ഷൻസ് വരാൻ പോണം. ഐ തിങ്ക് മോസ്റ്റ് പ്രോബ്ലി ഇവർ ജസ്റ്റ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പറയും. എനിക്ക് തോന്നുന്നു അതിൽ കുറെ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഒന്ന്, ഈ സെന്ററുകൾ ചില സെന്ററൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അത് എസ്പെഷ്യലി പ്രൈവറ്റ് സ്കൂളും പ്രൈവറ്റ് കോളേജിലൊക്കെ ഈ പറഞ്ഞ മാതിരി ചില കോച്ചിങ് സെന്റേഴ്സിന്റെ ആൾക്കാർ അവരുടെ ആൾക്കാരെ അവിടെ പുറത്ത് നിർത്തി
ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് നടന്നു പോയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ CCTV ഉണ്ട്. സാർ പക്ഷേ അതുപോലെ മറ്റൊരു ആരോപണം ഉയർന്നത് പല വിദ്യാർത്ഥികളെയും ഈ സെൻറ്ററുകാരാണ് ഗ്രാമീണ മേഖലയിലേക്കുള്ള സ്ഥലത്തേക്ക് പരീക്ഷ എഴുതാനായിട്ട് നിയോഗിക്കപ്പെടുന്നത്. അതായത് നിങ്ങൾ ഇന്ന സ്ഥലത്ത് സ്കൂളിൽ പോയി പരീക്ഷ എഴുതിയാൽ മതി, നിങ്ങൾ ഇന്ന ഗ്രാമത്തിലേക്ക് പോയാൽ മതി. അപ്പോൾ നഗരത്തിൽ താമസിക്കുന്ന പല ആളുകളും വളരെ റൂറലായിട്ടുള്ള മേഖലകളിലേക്ക് പോയി പരീക്ഷ എഴുതുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഒരു തിരിമറി നടത്താൻ ഈ പറയുന്ന കോച്ചിങ് സെൻറ്ററുകൾ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം ഇത്തവണ ഉയർന്നിരുന്നു. അതിനും ഒരു പരിഹാരം ഉണ്ടാകേണ്ടതല്ലേ? ശരിയാണ്. ഇപ്പൊ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ തരാം. നമ്മൾ തൃശ്ശൂർ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കാസർഗോഡ് പഠിക്കുന്ന ഒരു കുട്ടി കോട്ടയത്ത് വന്ന് ബ്രില്യൻസിൽ കോച്ചിങ് എടുക്കുന്നു. ആ ബ്രില്യൻസുകാർ എന്താ പറയാന്ന് പറഞ്ഞാൽ, നിങ്ങൾ പരീക്ഷ എവിടെ തന്നെ എഴുതിയാൽ മതി, കോട്ടയത്ത് തന്നെ ഏതെങ്കിലും സെന്ററിൽ എഴുതിയാൽ മതി. ഞാൻ അവർ ചെയ്തു എന്നല്ല പറയണത്. അവർ പറയാൻ കാരണം, നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വരെ ഞങ്ങൾ കോച്ചിങ് തരാം. പരീക്ഷ നാളെയാണെങ്കിൽ ഇന്ന് രാത്രി വരെ നിങ്ങൾക്ക് ഞങ്ങൾ കോച്ചിങ് തരാം. അപ്പോൾ നിങ്ങൾ എവിടെ തന്നെ എഴുതും. അപ്പോൾ സുപ്രീം കോടതി ഈ പ്രാവശ്യം വന്നൊരു മേജർ ഒരു ലക്കുന എന്താണ്, ഈ ആധാർ കാർഡ് പ്രകാരം അഡ്രസ്സ് വെച്ചിട്ട് അതേ അഡ്രസ്സിൽ കുട്ടി പരീക്ഷ എഴുതാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതിയിൽ ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തില്ല. എന്താണ് കാരണം? എന്താണ്? ഇപ്പോൾ ഒരു കുട്ടി അന്ന് കാണിച്ചെന്നാണ്, ഗുജറാത്തിൽ നിന്ന് ഒരു കുട്ടീനെ, പെൺകുട്ടി പേപ്പറിലൊക്കെ വന്നാണ്. ആ കുട്ടി ഗുജറാത്തിൽ പോയി ബെൽഗാവിയിൽ പോയിട്ട് പരീക്ഷ എഴുതി. ആ കുട്ടി 705 മാർക്ക് കിട്ടി. പക്ഷെ ആ കുട്ടി ഇന്റർമീഡിയറ്റിൽ തോറ്റു. ഇന്റർമീഡിയറ്റിൽ തോറ്റ കുട്ടിക്ക് 705 മാർക്ക് നീറ്റിൽ കിട്ടി. അതിനർത്ഥം ഒരിക്കലും നിരക്കുന്ന കാര്യങ്ങളല്ല നടക്കുന്നത്. അതാണ് പ്രോബ്ലം. എന്താ പറഞ്ഞാൽ, ഈ പറഞ്ഞ എല്ലാ കോച്ചിങ് സെന്റേഴ്സ് ഇങ്ങനെയല്ല. അത് ഞാൻ പറയുന്നത് കറക്റ്റ് അല്ല. അതുകൊണ്ട് ചില കോച്ചിങ് സെന്റേഴ്സ് ഇതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാതിരി എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ പാസ്സാക്കി കിട്ടി, അടുത്ത കൊല്ലം ഞങ്ങൾക്ക് ഈ കൊല്ലം ഞങ്ങളുടെ അടുത്ത് 300 കുട്ടികൾ വന്നു, അടുത്ത കൊല്ലം 600 കുട്ടികൾ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടാവും. അത് ഞാൻ അവിടെ ഹൈദരാബാദിലും കണ്ടിട്ടുണ്ട്. ഹൈദരാബാദിൽ IIT റിസൾട്ട് വന്നാലും നീറ്റിന്റെ റിസൾട്ട് വന്നാലും എല്ലാ പേപ്പറും, അതോടത്ത് ഹിന്ദു ആയാലും ടൈംസ് ഓഫ് ഇന്ത്യ ആയാലും ഡെക്കൻ ക്രോണിക്കൽ ആയാലും തെലുങ്ക് പേപ്പർ ആയാലും ആദ്യത്തെ 5 പേജ് ഈ പരസ്യങ്ങളാണ്. നാരായണ, ചൈതന്യ, ആകാശ്, ഇവരൊക്കെ ഞങ്ങളുടെ കുട്ടികളാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടിയ അതാണ് ഇതാണ്. ഒരു കോടിക്കണക്കിന് ഉറുപ്പിയാണ്. മിനിമം ഒരു 50 തൊട്ട് 60 കോടിയാണ് മിനിമം. നിങ്ങൾക്ക് 100 കോടി വരെ ചെലവാക്കും പരസ്യങ്ങളിൽ മാത്രമായിട്ട്. ഇവർ അർത്ഥം അല്ലേ ആണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയാൻ പറ്റും. അതിന് ആരെ തെറ്റ് പറയാം? നമ്മുടെ അമ്മ പേരൻസിന് തെറ്റ് പറയാൻ പറ്റുമോ? ആ കുട്ടിയുടെ അമ്മയും അച്ഛനും എന്താ വേണ്ട? ആ കുട്ടി ഡോക്ടറാക്കണം, ആ കുട്ടി എങ്ങനെയെങ്കിലും നീറ്റിൽ കെട്ടണം, ആ കുട്ടി എങ്ങനെയെങ്കിലും IIT ജയിലിൽ കെട്ടണം. ഇതാണ് പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയൊരു പുസ്തകം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനെ എനിക്ക് പറഞ്ഞ് വായിച്ചു കേൾപ്പിക്കാറുണ്ട്. അതിലൊരു പയ്യനെ, അവൻ്റെ അച്ഛനും അമ്മയും ഒരു കാസർഗോഡ് ഒരു ഡോക്ടറിനെ പറ്റിയിട്ടാണ് ഒരു കഥ. അങ്ങനെയെങ്കിലും അവനെ ഡോക്ടറാക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനം അവനെ കൊണ്ടുപോയി ഒരു മെഡിക്കൽ കോളേജിൽ കാശ് കൊടുത്ത് ചേർക്കണം. പണ്ട് അങ്ങനെയായിരുന്നില്ല, നീറ്റൊക്കെ പറഞ്ഞതിന് മുമ്പായിട്ട്. അതിൽ അവന് അവസാനം എന്ത് പറ്റുന്ന, അവസാനത്തെ കൊല്ലം 5 കൊല്ലത്തെ എക്സാം ആണ്, 9ാമത്തെ കൊല്ലം കൊണ്ട് എത്തിയുള്ളൂ, 5ാമത്തെ ഇയറിലേക്ക്. അവസാനത്തെ കൊല്ലം എത്തിക്കഴിഞ്ഞപ്പോൾ അവന് ഒരു പേഷ്യന്റിനെ ചെക്ക് ചെയ്യുന്ന ഒരു എക്സാം ഉണ്ട്. അതാണ് മെയിൻ എക്സാം. ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത സിംറ്റംസ് ഇവൻ അറിഞ്ഞുകൂടാ. പക്ഷെ ഇവൻ എന്ത്, ഒരു ദിവസം മുമ്പ് പോയിട്ട് തന്നെ പേഷ്യന്റിനെ കണ്ടുപിടിച്ച് എന്തൊക്കെയാണെന്നുള്ള സിംറ്റംസ് ഒക്കെ കണ്ടു. ആ പേഷ്യന്റ് പറയും, എനിക്ക് വയറ്റിൽ വേദനയാന്ന് പറയും. അപ്പൊ ഈ പയ്യൻ പറയും, അയ്യോ എനിക്ക് തലവേദനയെ പറ്റി മാത്രമേ അറിയുള്ളൂ എന്ന്. അങ്ങനത്തെ അവസാനം എക്സാം പാസ്സാക്കി കിട്ടും. കാശ് കൊടുത്ത് ഈ പറഞ്ഞ പേഷ്യന്റിനെ നോക്കി ഇവര് ബ്രൈബ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കഥയായിരുന്നു. അത് വൈക്കം മുഹമ്മദ് ബഷീർ സ്റ്റോറി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കി വരുമ്പോൾ അത് തന്നെയാണ് നടക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ. ഇപ്പൊ ശരിയാണ്, എത്തിക്സ് എന്നത് എപ്പോഴോ പോയി കഴിഞ്ഞു. അത് നമ്മൾ പണ്ട് തന്നെ കണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള, സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു ഒരു കേസ്, ഫേമസ് ആയിട്ട് ക്യാപിറ്റേഷൻ ഫീസ് കേസ് ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നീറ്റ് വന്നപ്പോൾ തൊട്ട് ഈ ഇൻഡിവിജ്വൽ, എസ്പെഷ്യലി തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജിലാണ് ഇത് ഏറ്റവും കൂടുതൽ അഴിമതി നടന്നിരുന്നത്. ബിക്കോസ് തമിഴ്നാട്ടിലുള്ള എല്ലാ മെഡിക്കൽ കോളേജും ഓരോ പൊളിറ്റീഷ്യന്റെ കയ്യിലാണ്. നമ്മുടെ നാട്ടിലും അതെ, ബിസിനസ്സോ അല്ലെങ്കിൽ പൊളിറ്റിക്സിലുള്ള ആൾക്കാർക്ക് മെഡിക്കൽ കോളേജ് നടത്താൻ പറ്റും, കുറെ കാശ് വേണം. അപ്പൊ തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജ് നീറ്റ് വേണ്ട. അതാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. സ്റ്റാലിൻ ആയാലും വേറെ ആരായാലും നിങ്ങൾക്ക് നീറ്റ് വേണ്ട, നീറ്റ് വേണ്ട. സുപ്രീം കോടതി പോയി സുപ്രീം കോടതി തള്ളിയത് അവരുടെ ആപ്ലിക്കേഷൻ. പക്ഷെ ഇപ്പോഴും ഒരു നീറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു സാങ്ക്ടിറ്റി വേണം. ബിക്കോസ് 23 തൊട്ട് 25 ലക്ഷം കുട്ടികളാണ് ഈ കൊല്ലം പരീക്ഷ എഴുതിയത്. നമ്മൾ അവരുടെ ഫ്യൂച്ചർ ആകെയുള്ളത് 1 ലക്ഷം സീറ്റാണ്. അതിൽ എങ്ങനെയാണ് അഡ്മിഷൻ കൊടുക്കാൻ പോകുന്നത്? അതിൻ്റെ അർത്ഥം 1:23 ആണ് റേഷ്യോ. അതിൽ റിസർവേഷൻ എടുത്തു പറഞ്ഞാൽ 50,000 സീറ്റേ ഉള്ളൂ. ഈ 50,000 സീറ്റ് വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പം നമ്മൾ അടുത്ത കൊല്ലം തൊട്ട് ഈ നീറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ എന്നുള്ള ഒരു സാങ്ക്ടിറ്റി റിസ്റ്റോർ ചെയ്യണം. നമുക്ക് ഒരു കോൺഫിഡൻസ് വേണം പേരൻസിന്, കുട്ടികൾക്ക്.
പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ ഈ രക്ഷിതാക്കൾക്കും അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും കുട്ടിയെ തീർച്ചയായിട്ടും. പാസ്സാക്കി. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ മത്സര പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ പേരൻസിനും കൃത്യമായ ഒരു അവബോധം നൽകണം. അതിനനുസരിച്ച് അടുത്ത വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ഇന്ന മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്, അത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഈ രീതിയിലുള്ള പരീക്ഷയെ അപ്രോച്ച് ചെയ്യണമെന്നൊക്കെ ഒരു ഗൈഡൻസ് ഒക്കെ നൽകേണ്ട ഒരു സമയമാണ്. ആ സാധനങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ സർക്കാർ ചെയ്യും. അതുപോലെ തന്നെ ഈ പരിശീലന കേന്ദ്രങ്ങളൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ നമുക്ക് മറ്റൊരു അവസരത്തിൽ കൂടുതൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.